ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി കാലൊടിഞ്ഞ് കിടപ്പിലായപ്പോൾ ചന്ദ്രമതി അവളെ തിരിഞ്ഞു പോലും നോക്കാതെ നേരെ തീർത്ഥാടനത്തിന് പോയി. പണത്തിനോട് മാത്രം താല്പര്യമുള്ള ചന്ദ്രയുടെ സ്വഭാവം മനസ്സിലാക്കി അച്ചമ്മ ഏതായാലും അവൾക്കൊരു പാഠം പഠിപ്പിക്കാനായി തന്റെ സർവ്വ സ്വത്തുക്കളും രേവതിയുടെ പേരിലേക്ക് എഴുതി വെച്ചു. ഇതറിഞ്ഞ് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇപ്പൊ രേവതിയുടെ കയ്യിലാണെങ്കിൽ കോടികൾ ആസ്തിയുണ്ട്. കോടികളുടെ അധിപതിയായ രേവതിയെ പ്രീതിപ്പെടുത്താനായി ചന്ദ്രമതി സ്നേഹം നടിക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ രേവതി ആ സ്വത്തുക്കളെല്ലാം തന്നെ നിരസിച്ചു. രേവതി പറയുന്നത്, എനിക്ക് സ്വത്തുക്കളല്ല, സ്നേഹവും നല്ല ബന്ധങ്ങളാണ് വേണ്ടത് അച്ചമ്മേ. ഈ സ്വത്തുക്കളെല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് പറയൂ. എനിക്ക് ഈ സ്വത്തും പണവും ഒന്നും വേണ്ട എന്ന രേവതിയുടെ മറുപടി കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തുറന്നു പോവാണ്. പണത്തിനേക്കാൾ വലുതാണ് മനുഷ്യബന്ധങ്ങൾ എന്ന സത്യം ചന്ദ്രമതി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ പയ്യെ പയ്യെ ചന്ദ്രമതിയുടെ സ്വഭാവത്തിൽ യഥാർത്ഥത്തിലുള്ള മാറ്റം വന്നു തുടങ്ങി. ചന്ദ്രമതി രേവതിയുടെ മഹത്വം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, രേവതിയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും തുടങ്ങി. അങ്ങനെ സച്ചിയുടെ കുടുംബത്തിൽ പണം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. രേവതിയുടെ കാലുവയ്യാതെ ആരും സഹായത്തിനില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്തായിരുന്നു ചന്ദ്രമതി അവിടെ നിന്നും തീർത്ഥാടനത്തിനാണെന്ന് പറഞ്ഞു പോയിരുന്നത്. ഇത് കണ്ടോണ്ട് വരുന്ന അച്ചമ്മക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അച്ചമ്മ ഇങ്ങനെ രവീന്ദ്രനോട് പറയുന്നുണ്ട്, ചന്ദ്ര ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ രേവതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചന്ദ്രമതി ആയിരിക്കുമെന്ന് പറയും. എന്നാൽ അച്ചമ്മയുടെ വാക്ക് അത്ര അങ്ങ് വിശ്വസിച്ചിരുന്നില്ല രവീന്ദ്രൻ. സ്വന്തം വീട്ടുകാര്യങ്ങൾ പോലും നോക്കാത്ത ചന്ദ്രമതി ഏതായാലും രേവതിയുടെ കാര്യങ്ങളൊന്നും ഒട്ടും നോക്കില്ല എന്നുള്ള കാര്യം രവീന്ദ്രൻ അറിയാം. അവളെ കുറിച്ച് കേൾക്കുന്നത് പോലും ചന്ദ്രമതിക്ക് ദേഷ്യമാണെന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അവളെ മാറ്റിയെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെടാ. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, രേവതി മോൾക്ക് പണമില്ലാത്തത് കൊണ്ടല്ലേ ചന്ദ്ര അവളെ അവഗണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതേ അമ്മേ, സുധിയുടെ വിവാഹം വന്ന് മുടങ്ങിയത് കൊണ്ട് മാത്രമാണ് സച്ചിക്ക് അന്ന് രേവതിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. രേവതി എത്ര ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും ചന്ദ്രമതിക്ക് അവളെ യാതൊരു വിലയുമില്ല. കോടികൾ ആസ്തിയുണ്ട് എന്നതിന്റെ പേരിൽ വർഷയും ശ്രുതിയെയും അവൾക്ക് ഒരുപാടധികം ഇഷ്ടമാണ്. പക്ഷേ രേവതി മോളെ അവളൊന്ന് പരിഗണിക്കുന്ന പോലുമില്ല എന്നിങ്ങനെ രവീന്ദ്രൻ വിഷമത്തോടെ പറയാണ്. അപ്പോ അച്ചമ്മക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എടാ അവൾ നിന്റെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ രവീന്ദ്രൻ തല താഴ്ത്തിയിട്ട് പറയുന്നുണ്ട്, അതേ അച്ചമ്മേ, പക്ഷേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറെ കാലമായെങ്കിൽ പോലും അവൾ ഇന്നേ വരെ നിലക്ക് നിർത്താനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവളെ ഏതായാലും അവളുടെ ഒഴുക്കിനങ്ങ് ജീവിക്കട്ടെ. ഇപ്പൊ ഇനി വയസ്സാം കാലത്ത് മക്കളും മരുമക്കളുമായി കഴിയുന്ന സമയത്ത് എനിക്ക് ഏതായാലും അവളെ നേരാക്കാനൊന്നും താല്പര്യമില്ല. അവൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഞാൻ ആ ഭാഗം പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ വീണ്ടും രവീന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ്. അച്ചമ്മ പറഞ്ഞിട്ട്, എടാ ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നീ ഓരോ കാര്യത്തിനും അവൾക്ക് ഇങ്ങനെ വളം വെച്ചു കൊടുത്തത് കൊണ്ടല്ലേ അവളുടെ സ്വഭാവം ഇങ്ങനെയായി മാറിയത്. നീ ആ പാവം സച്ചിയുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്ക്. അവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോ നീയും കൂടി അവൾക്ക് ഒത്താശ നിന്ന് കൊടുത്തുകൊണ്ട് തന്നെ പാവം ആ സച്ചിയെ എന്റെ അടുത്ത് കൊണ്ടുപോയി ആക്കിയില്ലേ. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, പറയണമെടാ, സച്ചി അന്ന് എന്റെ കൂടെ വളർന്നത് കൊണ്ട് മാത്രമാണ് അവന്റെ സ്വഭാവം മാത്രം നന്നായത്. പാവമാണ് സച്ചി, നിഷ്കളങ്കൻ. അവനൊരു കള്ളത്തരമോ കുതന്ത്രങ്ങളോ ഒന്നും തന്നെ അറിയില്ല. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരാത്തത് കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ എടുത്തുചാട്ടമൊക്കെ ഉണ്ടായത്. അനീതി കണ്ടാൽ എതിർക്കുന്ന സ്വഭാവം ഞാനാണ് അവന് പകർന്നു കൊടുത്തത്. ഇന്നേ വരെ അവൻ ഒരിക്കലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എന്റെ വാക്കുകളൊക്കെ അവൻ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രമതി ഇന്നേ വരെ അവനെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. സുധി എപ്പോ നോക്കിയാലും അവനെ കുറ്റപ്പെടുത്തുന്നു. ഇതിനൊക്കെ കാരണം നീയാണ് രവി. അവൾ ഇങ്ങനെ അവനെ മാത്രം അവഗണിക്കുന്ന സമയത്ത് നിനക്കത് നിന്റെ മോനാണെന്ന് തുറന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അച്ചമ്മ ദേഷ്യപ്പെടുന്ന സമയത്തിന്റെ രവീന്ദ്രൻ പറഞ്ഞിട്ട്, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വഴക്ക് കൂടാതിരിക്കാമേ. രവീന്ദ്രൻ പറഞ്ഞിട്ട്, അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് രേവതി മോളെ നോക്കാൻ വേണ്ടിയിട്ടില്ലേ, അതുകൊണ്ട് അമ്മ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ വീട്ടിൽ ജോലി ചെയ്യാനൊന്നുമല്ല. രേവതി അല്ലാതെ ഈ വീട്ടിൽ മറ്റു 2 മരുമക്കളും ഇല്ലേ, അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ തന്നെയാണ് എന്റെ പരിപാടി. എന്താമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ അതൊക്കെ നടക്കുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ രവീന്ദ്രൻ സംശയത്തോടു കൂടെ ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ നീ അതാണ് കാണാൻ പോകുന്നത് രവീന്ദ്ര. അതെല്ലാം നീ ഇനി നേരിട്ട് കണ്ടറിഞ്ഞോ എന്നൊക്കെ പറയും അച്ചമ്മ. അച്ചമ്മ അങ്ങനെ ശ്രുതിയെയും വർഷയും വിളിച്ചിട്ട് ഓരോ ജോലികളൊക്കെ പറയുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാനൊന്നും അറിയില്ല അച്ചമ്മേ. എന്നാലും അച്ചമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തോളാം, എല്ലാത്തിനും ഞാൻ കൂടിത്തരാം എന്നൊക്കെ പറയും. എന്നാൽ അത് കേൾക്കുമ്പോൾ അച്ചമ്മക്ക് ഒരുപാടധികം സന്തോഷമായിരിക്കും. എന്നാലും മോള് അച്ചമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ, ആ മനസ്സ് മാത്രം മതി മോളെ എന്നൊക്കെ പറഞ്ഞു വർഷയെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയെ ഓരോ ജോലികളൊക്കെ ഏൽപ്പിക്കുന്ന സമയത്തിന് ശ്രുതി അഹങ്കാരത്തോടു കൂടി ആയിരിക്കട്ടെ അച്ചമ്മയോട് പറയുന്നത്, അച്ഛമ്മേ, ഞാൻ ഇതൊന്നും ചെയ്യില്ല, എനിക്കിതൊന്നും ചെയ്തിട്ട് ശീലമില്ല. ഇത്ര കാലം രേവതിയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
അവൾ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവള് വയ്യാതെ കിടക്കുക എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, ഓ കാലിന് ചെറിയൊരു പരിക്കല്ലേ ഉള്ളൂ, അത് വിചാരിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് അടഞ്ഞു കിടക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ ജോലികളൊക്കെ അവൾക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തും. ഇനിയിപ്പോ അവളുടെ കാലിന് ശരിക്കും വയ്യാതായോ എന്ന് ആർക്കറിയാം, ഇതിപ്പോ രേവതിയും സച്ചിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് വെറുതെ അഭിനയിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തന്നെ അച്ചമ്മക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ് ശ്രുതിയുടെ അടുത്ത്. അച്ചമ്മ പറഞ്ഞിട്ട്, അവരങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് കിടക്കട്ടെ, ഇനി മുതൽ അടുക്കള ജോലി നീ തന്നെത്താനങ്ങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ഏൽപ്പിക്കുകയാണ്. അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നൈസായിട്ട് തടിയൂരാൻ വേണ്ടി കൊണ്ട് ശ്രുതി പറഞ്ഞിട്ട്, എനിക്കിതൊന്നും ചെയ്തിട്ട് ശീലമില്ല അച്ഛമ്മേ, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നങ്ങ് പോവാണ്. അതോടുകൂടെ തന്നെ അച്ചമ്മക്ക് അങ്ങ് ദേഷ്യം വരും. അച്ചമ്മ അന്ത്യശാസനം പോലെ തന്നെ ശ്രുതിയോട് പറഞ്ഞിട്ട്, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ പിന്നെ നീ ഈ വീടിന്റെ പടി ഇറങ്ങി പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തും. നിന്നെ ഏതായാലും ഇനി ഈ വീട്ടിൽ തുടർന്ന് നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ വേണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് മലേഷ്യയിലേക്കോ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കോ എന്നൊക്കെ പറയുന്ന സമയത്തിന് ശ്രുതി അങ്ങ് വല്ലാതാവുന്നുണ്ട്. ആകെ ആശയക്കുഴപ്പത്തോടു കൂടി തന്നെ ശ്രുതി വീണ്ടും നേരെ കയറി ചെല്ലുന്നത് ശ്രുതിയുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് ഈ ഒരു സങ്കടങ്ങളെല്ലാം തന്നെ ശ്രുതിയോട് പറയും. ശ്രുതി, ഞാൻ ഈ വീട്ടിലെ അടുക്കള പണിയൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമെന്നാണ് നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ രേവതിയെ പോലെ അടുക്കള ജോലി ചെയ്തിട്ടൊന്നും ശീലമില്ലല്ലോ ശ്രുതി, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുന്ന സമയത്തിന് ശ്രുതിക്കൊന്നും ചെയ്യാനാവാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ശ്രുതി ഏതായാലും അച്ഛമ്മയുടെ മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെ ആയിരിക്കട്ടെ ശ്രുതിയോട് പറയുന്നത്, ശ്രുതി നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം അങ്ങ് മുന്നോട്ട് പോയിക്കോ, അച്ചമ്മ പോകുന്നത് വരെയെങ്കിലും നീ ഇതൊക്കെ ചെയ്തേ പറ്റൂ, അല്ലാതെ എനിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി ആകങ്ങ് കുഴഞ്ഞു പോവാണ്. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ ശ്രുതിയെ കൊണ്ട് ആ വീട്ടിലെ സകല ജോലികളും ചെയ്യിപ്പിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കോലം വരക്കുന്നത് മുതൽ അടുക്കള ജോലിയും അങ്ങനെ മറ്റ് എല്ലാ ജോലികളും ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അച്ചമ്മ. ശ്രുതിക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിപ്പോവാട്ടോ അച്ചമ്മയോട്. എപ്പോൾ നോക്കിയാലും അച്ചമ്മ ഇങ്ങനെ പ്രാഗി പറഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും സംസാരിക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതൊരു തലവേദനയാണല്ലോ, ആ രേവതിക്കിട്ട് പണിയാൻ നോക്കിയത് എനിക്ക് തന്നെ തിരിച്ചു വന്നല്ലോ, ഇപ്പോൾ ഈ വീട്ടിലെ സകല ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ആൻറ്റി ആണെങ്കിൽ ഇവിടെ നിന്നും തീർത്ഥാടനത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടു. വർഷയാണെങ്കിൽ വേറെ എന്തോ പേരും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഈ വീട്ടിലെ സകല ജോലികളും ഞാൻ ചെയ്യണം. പണ്ട് രേവതി ചെയ്തിരുന്ന പണികളെല്ലാം തന്നെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണം. ശ്രുതി ഇങ്ങനെ ദേഷ്യത്തിൽ പിറുപിറുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് അതും കേട്ടുകൊണ്ടായിരിക്കട്ടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വീൽ ചെയർ മുന്തിക്കൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത്, എന്താ ശ്രുതി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, നിനക്കെന്താ പാത്രം കഴുകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടെ രേവതിയുടെ അടുത്ത്. എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഇനിയിപ്പോ രേവതി ഒരു മാസത്തോളം ഈ വീൽ ചെയറിൽ നടന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ ശ്രുതി ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതിയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഇത്ര കാലം ഈ വീട്ടിൽ ഈ ജോലികളെല്ലാം തന്നെ ഞാൻ ഒറ്റക്കാണ് ചെയ്തിരുന്നത്, അന്നൊന്നും നിങ്ങളാരും എന്റെ വിഷമം മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. നിങ്ങളിലെല്ലാവരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെക്കാറില്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരും. ശ്രുതി പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല രേവതി, അതെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ ഈ ഒരു മാസം അങ്ങ് ചെയ്തു തീർത്തോളാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയുടെ ആ ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മ വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി മോളെ, ശ്രുതി എന്താ നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, അതൊന്നും ഇല്ല അച്ചമ്മേ, അവൾ പാത്രം കഴുകുന്നതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിച്ചതാണ് എന്ന് പറയും. അന്നേരം അച്ചമ്മക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ശ്രുതിയോട് ചോദിക്കുന്നത്, എന്തിനാ ശ്രുതി നീ വെറുതെ രേവതിയോട് ദേഷ്യപ്പെടുന്നത്, രേവതി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തിന് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ കാര്യങ്ങളെല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യണം. നിന്റെ അമ്മായിമ്മ ചന്ദ്രമതി ഏതായാലും തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരട്ടെ, അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ നല്ല മുട്ടം പാടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ആ സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അച്ഛമ്മേ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേവതിയുടെ കാര്യം നോക്കാൻ ഏതായാലും ആൻറ്റിയെ കിട്ടില്ല, രേവതിയുടെ കാര്യം അച്ഛമ്മ തന്നെ നോക്കേണ്ടി വരുമെന്ന് പറയും. ചന്ദ്രമതിയുടെ തീർത്ഥാടനമെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ബാമയുടെ കൂടെ ഇങ്ങനെ തിരികെ വരുമായിരിക്കും. ആ സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമാണ്. ചന്ദ്രമതി പറഞ്ഞിട്ട്, എന്റെ ബാമേ, ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണമല്ലോ, 2 ആഴ്ച തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. അവൾക്കാണെങ്കിൽ ഇനിയും 2 ആഴ്ച കൂടി റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് അതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന്റെ ബാമക്ക് ദേഷ്യം വരട്ടെ. ബാമ ചോദിക്കുന്നു, ഓഹോ, അപ്പോ നീ വീട്ടു ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ തീർത്ഥാടനത്തിന് പോകുന്നത്, അല്ലാതെ നീ പ്രാർത്ഥനയോട് ഭക്തിയോട് കൂടെ പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും.
എടി ദുഷ്ടേ, ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിളിക്കില്ലായിരുന്നു. അല്ല, രേവതിക്ക് ഇപ്പൊ വയ്യാതിരിക്കല്ലേ, നീ അവിടെ നിന്നും മാറി നിന്നപ്പോ പിന്നെ രേവതിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞത്, ഓ അതൊക്കെ ആരെങ്കിലും നോക്കട്ടെ, ചിലപ്പോ അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സച്ചി ചെയ്യുമായിരിക്കും, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി നിൽക്കാലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ തീർത്ഥാടനത്തിന് വന്നത്. ബാമ പറഞ്ഞിട്ട്, ഇനി ഏതായാലും അധിക നേരം നീ ഇവിടെ നിൽക്കണ്ട, രേവതിയുടെ കാര്യം എന്തായി എന്നറിയാലോ, അതുകൊണ്ട് നീ വീട്ടിലേക്ക് തന്നെ ചെല്ലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കാതെ ബാമ ഏതായാലും തിരിച്ച് ചന്ദ്രമതിയെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടുകൂടി ആയിരിക്കട്ടെ ചന്ദ്രമതി തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ചന്ദ്രമതി അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിനെ കാണുന്നത് അച്ചമ്മയായിരിക്കും. അച്ചമ്മയെ കാണുന്ന സമയത്തിന് ചന്ദ്രമതി ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും പിന്നെ പോയിട്ട് അച്ചമ്മയോട് ചോദിക്കുന്നുണ്ട്, ഓ അമ്മ ഇവിടെ വന്നിരുന്നോ, അപ്പൊ പിന്നെ രേവതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കൂടെ ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കും. ചന്ദ്രമതി ഏതായാലും ചിരിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലാൻ നോക്കുന്ന സമയത്തിന് അച്ചമ്മ പെട്ടെന്ന് ചന്ദ്രമതിയെ അങ്ങ് തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നിക്കവിടെ, അല്ല നീ ഈ 1-2 ആഴ്ച എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട്, അയ്യോ അമ്മേ, അമ്മ ആ കാര്യം അറിഞ്ഞില്ലേ, ഞാൻ 2 ആഴ്ചത്തേക്ക് തീർത്ഥാടനത്തിന് പോയതായിരുന്നു എന്ന് പറയും. ബാമ വിളിച്ചിട്ട് നല്ലൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് പോയി, ഏതായാലും തീർത്ഥാടനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഈ 2 ആഴ്ച അങ്ങ് പോയി എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മക്ക് ദേഷ്യം വരും. അച്ചമ്മ പറഞ്ഞിട്ട്, നീ പറഞ്ഞത് ശരിയാണ്, ഈ നല്ല അവസരം ഇനി നിനക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ, രേവതി കാലൊറിഞ്ഞു കിടക്കുന്ന ഈ ഒരു അവസരം ഇനി നിനക്ക് കിട്ടില്ലല്ലോ എന്ന് പറയും. എല്ലാവർക്കും കഷ്ടകാലം എന്ന് പറയുന്ന സമയത്ത് നിനക്ക് മാത്രം നല്ല കാലമാണല്ലോ, എടി രേവതിയുടെ കാലൊടിഞ്ഞു എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ തീർത്ഥാടനത്തിന് പോയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പെട്ടെന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, രേവതിയുടെ കാലൊടിഞ്ഞ സമയത്ത് ഞാൻ മനഃപൂർവ്വം എവിടെ നിന്നും പോയതാണെന്നോ. അച്ചമ്മ പറഞ്ഞിട്ട്, അതേടി, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, രേവതിയുടെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കാനും ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ നീ മനഃപൂർവ്വം തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും പോയിരുന്നത്. അപ്പൊ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അമ്മ എന്തിനാ വെറുതെ ചുമ്മാ എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്, അമ്മ അവളെ നോക്കാൻ വന്നതാണെങ്കിൽ അവളുടെ കാര്യം നോക്കണം, അല്ലാതെ എന്റെ മെക്കെട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടോ വീൽ ചെയർ മുന്തി പിടിച്ചുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ട് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നത്, ആഹാ, ഇപ്പോ ഉന്തുവണ്ടിയായിട്ടാണോ എല്ലായിടത്തും നടക്കുന്നത്, നിനക്ക് ഏതായാലും നല്ല സുഖമായല്ലോ, കാല് കേടുന്നു എന്നുള്ള പേരിൽ നിനക്ക് ഏതായാലും ജോലികളൊന്നും ചെയ്യണ്ടല്ലോ, എടി 2 ആഴ്ച നീ റെസ്റ്റ് എടുത്തതല്ലേ, ഇനിയും എന്തിനാ അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ നിനക്ക് അടുക്കളയിൽ വന്ന് ജോലി ചെയ്തോളൂ എന്നൊക്കെ ചോദിച്ച് രേവതിയോട് ദേഷ്യപ്പെടും. ആ സമയത്തിന് മുത്തശ്ശി ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട്, ചന്ദ്രേ നീ വെറുതെ അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട, രേവതി മോളുടെ കാല് അത്ര സുഖമായിട്ട് ഭേദമായിട്ടൊന്നുമില്ല, 6 ആഴ്ചത്തെ റെസ്റ്റാണ് ഡോക്ടർ അവളോട് പറഞ്ഞിട്ടിരിക്കുന്നത്, അതിലെ 2 ആഴ്ച മാത്രമേ ഇപ്പൊ പിന്നിട്ടിട്ടുള്ളൂ, ഇനി 4 ആഴ്ച കൂടെ രേവതി മോള് റെസ്റ്റ് എടുക്കണം, അവളുടെ കാലൊരിക്കലും അനക്കാൻ പാടില്ല, അതുകൊണ്ട് ചെറിയ ജോലി പോലും രേവതി മോളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പാടില്ല, ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ തന്നെ അത് നീയും നിന്റെ മരുമക്കളും കൂടെ ചെയ്തു തീർക്കണം, അല്ലാതെ രേവതി മോളെ ഇനി ഒന്നിനും നിങ്ങൾ ആരും കാത്തു നിൽക്കണ്ട. അന്നേരം ചന്ദ്രമതി പറയുന്നത്, അല്ലെങ്കിലും എന്റെ ജോലി ചെയ്യാനൊന്നും എനിക്കൊരു മരുമക്കളുടെയും ആവശ്യമില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നൈസായിട്ട് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കാണ്. ആ സമയത്തിന് അച്ചമ്മ പുറകിൽ നിന്നും വിളിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ പോവാൻ വരട്ടെ, നിന്റെ മരുമകൾ ശ്രുതിയില്ലേ, അവളെ കൊണ്ട് ഞാൻ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ അതെല്ലാം പഠിപ്പിക്കുമായിരുന്നു, ഇനി നിനക്ക് ഏതായാലും വയ്യാതായാൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല ചന്ദ്രേ, കാരണം നിന്റെ കാര്യങ്ങളൊക്കെ ഇനി അവള് നോക്കിക്കോളൂ. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് വല്ലാത്ത സങ്കടം അതുപോലെ തന്നെ ഒരു ഞെട്ടലായിരിക്കും. ചന്ദ്രമതി ചോദിക്കുന്നത്, അയ്യോ അമ്മേ, ശ്രുതിമോൾ അടുക്കളയിൽ കയറിയോ, പാവം ശ്രുതിമോൾ, അവൾക്ക് അതൊന്നും തന്നെ വശമില്ല, അവൾ മലേഷ്യയിലൊക്കെ വളർന്ന കുട്ടിയല്ലേ, അവളെ ഇനി അടുക്കളയിലൊക്കെ കയറ്റിയിട്ട് അവൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ, അവളെ കൊണ്ട് അടുക്കള ജോലിയൊന്നും ചെയ്യിപ്പിക്കരുതായിരുന്നു അമ്മയെന്നൊക്കെ പറയും. അന്നേരം അച്ചമ്മ ചോദിക്കുന്നത്, അവൾക്ക് എന്ത് സംഭവിക്കാനാടേ, പിന്നെ മലേഷ്യയിൽ വളർന്നാണെന്ന് വിചാരിച്ച് സ്വന്തം വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ടേ, ഇത്ര ദിവസമായിട്ട് അവൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഇത്ര കാലം രേവതി മോള് ഓടി നടന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലമായിട്ട് അടുക്കളയിൽ പോലും കയറാതിരുന്നത്, അല്ല ഇനി ശ്രുതി അടുക്കളയിൽ കയറിയത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാമേന്നിങ്ങനെ പയ്യെ പറയാൻ കേട്ടോ. അച്ചമ്മ പറഞ്ഞിട്ട്, ഇനി ഏതായാലും എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ രേവതി മോളുടെ കാര്യങ്ങളെല്ലാം തന്നെ നീ നോക്കണം. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് അമ്മ പോവാണോ, അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് രേവതിയെ നോക്കാനല്ലേ, അമ്മ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇപ്പൊ പോവണ്ട, രേവതി നടക്കാറാകുമ്പോ ഇവിടെ നിന്നും പോയാ മതി, എന്നെ കൊണ്ടൊന്നും വയ്യ അവളെ നോക്കാൻ എന്നൊക്കെ പറയും ചന്ദ്ര. ഇനിയിപ്പോ അമ്മ എവിടെ നിന്നും പോവാണെങ്കിൽ പിന്നെ രേവതി അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, എനിക്ക് വയ്യ അവളുടെ കാര്യങ്ങൾ നോക്കാനും അവളുടെ കയ്യും കാലൊക്കെ പിടിച്ച് തീരുമാനമൊക്കെ. അന്നേരം അച്ചമ്മ പറഞ്ഞിട്ട്, നീ അങ്ങനെ അവളുടെ കയ്യും കാലും പിടിച്ച് തിരുമ്പൊന്നും വേണ്ട, നിനക്ക് അവൾക്ക് സമയത്തിന് ഭക്ഷണം വെള്ളം കൊടുക്കാൻ പറ്റുമോ, അന്നേരം അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരിക്കട്ടെ ചന്ദ്രമതി പറയുന്നത്. ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് വിളമ്പിച്ച് അവളുടെ മുന്നിൽ കൊണ്ടുപോയി തിരുകാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല,
നിങ്ങളെപ്പോലെ അവളെ പോയി സോപ്പിടാനും അവളെ സുഖിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് തീർത്തും പറയട്ടെ ചന്ദ്രമതി. അവൾക്കൊരു ചെറിയ പരിക്ക് പറ്റിയെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് അവളെ നോക്കാനൊന്നും പറ്റില്ല. കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് വിചാരിച്ച് അവൾ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. അത് കേൾക്കുമ്പോൾ അച്ചമ്മക്ക് ഭയങ്കര സങ്കടം വരെയാണ്. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇത്ര കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറെ അധികം ജോലികളൊക്കെ ചെയ്ത ആളല്ലേ രേവതി? നിങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ നിങ്ങളെ ഓരോരുത്തരും ഇവിടെ നോക്കിയിരുന്നില്ലേ? എന്നിട്ടിപ്പോ അവൾക്കൊരു വയ്യായിക വന്നപ്പോഴേക്കും നീ അവളെ വിട്ടിട്ട് നാട് വിടാൻ പോയി. നിനക്കൊരിക്കൽ വയ്യാതായപ്പോ നിന്നെ നോക്കിയതും നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നതൊക്കെ അവളല്ലേ? എടി, പണമില്ലാത്തതിന്റെ ഒറ്റ പേരിലല്ലേ നീ രേവതി മോളെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് കാരണം. എന്റെ കോടീശ്വരികളായ മറ്റ് 2 മരുമക്കളെ പോലെ ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള യാതൊരു യോഗ്യതയും രേവതിക്കില്ല. അന്നേരം അച്ചമ്മ പറഞ്ഞിട്ട്, അതെ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ രേവതിയെ നോക്കും. എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും സ്വർണവും പണവും എല്ലാം തന്നെ ഞാൻ ഇനി മുതൽ രേവതി മോൾക്കും സച്ചിയുടെ പേരിലായിട്ട് എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പൊ പിന്നെ അവൾ ഏതായാലും നിന്റെ മരുമക്കൾക്ക് മുകളിലാവുമല്ലോ സ്ഥാനം. അന്ന് നീ അവളെ നോക്കിയാ മതി. എന്നാൽ പെട്ടെന്ന് അച്ചമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി തന്നെ എല്ലാവരും ആകെ ഷോക്കായി പോവാണ്. എന്നിട്ട് മുഴുവൻ സ്വത്തുക്കളും രേവതിയുടെ പേർക്ക് എഴുതുന്നതിൽ രവീന്ദ്രനെ പിടിച്ചു വിലക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അച്ചമ്മ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. നീ രവീന്ദ്രനോടോ മറ്റാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കിയ സ്വത്തുക്കളാണ്. എന്റെ അധ്വാനം കൊണ്ട് മാത്രമുണ്ടായ സ്വത്തുക്കളാണ്. അതുകൊണ്ട് ഇതിൽ എനിക്ക് മാത്രമാണ് അവകാശം. എന്റെ സ്വത്തുക്കൾ ഞാൻ ആർക്ക് എപ്പോൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സച്ചിക്കും രേവതിക്കും കൊടുക്കാൻ തന്നെയാണ് തീരുമാനം എന്നൊക്കെ പറയട്ടെ അച്ചമ്മ. എന്നാൽ അച്ചമ്മ പെട്ടെന്ന് ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കുമെന്ന് ചന്ദ്രമതിയും അതുപോലെ രവീന്ദ്രനും ആരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ചമ്മ ഉടനെ തന്നെ സച്ചിയെ കൂട്ടി നേരെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് അച്ചമ്മയുടെ കുറെ അധികം സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വീടിന്റെ പ്രമാണവും എല്ലാം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയതിനു ശേഷമായിരിക്കട്ടെ അച്ചമ്മ അത് പ്രഖ്യാപിക്കുന്നത്. അച്ചമ്മ പറഞ്ഞിട്ട്, ഇനി മുതൽ എന്റെ മുഴുവൻ സ്വത്തുക്കളും രേവതി മോളുടെ പേരിലേക്ക് എഴുതി പോവാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 2 മരുമക്കളെക്കാൾ കൂടുതൽ സ്ഥാനം ഇനി ഈ വീട്ടിൽ രേവതി മോൾക്ക് തന്നെയാണ് കിട്ടേണ്ടത്. എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും, എന്റെ പേരിലുള്ള സകല വസ്തുക്കളും പ്രമാണങ്ങളും, എന്റെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി രേവതി മോൾക്ക് കൈമാറാണ്. അങ്ങനെ അച്ചമ്മ കുറെ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു പഴയ ആഭരണങ്ങളും എല്ലാം തന്നെ അച്ചമ്മ പ്രമാണത്തോടുകൂടെ എടുത്തിട്ട് നേരെ രേവതിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നതോടുകൂടെ തന്നെ എല്ലാവരും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അച്ചമ്മ സ്വത്തുക്കളെല്ലാം തനിക്ക് ഏൽപ്പിക്കുന്ന സമയത്തിന് രേവതി വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അച്ചമ്മ നിർബന്ധിച്ചു കൊണ്ടായിരിക്കട്ടെ എല്ലാം തന്നെ രേവതിയുടെ പേരിലേക്ക് എഴുതി വെക്കുന്നത്. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തുറച്ച് നിൽക്കുമായിരിക്കും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ. ഇപ്പോ തന്റെ 2 മറ്റു മരുമക്കളെക്കാൾ കൂടുതൽ സ്ഥാനം രേവതിക്ക് തന്നെയായിരിക്കട്ടെ ചന്ദ്രമതി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. കാരണം ഇപ്പൊ ശ്രുതിയേക്കാളും വർഷയേക്കാളും ഏറ്റവും കൂടുതൽ പണമുള്ളത് രേവതിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ചന്ദ്രമതിക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിപ്പോവാണ് രേവതിയോട്. അങ്ങനെ ഈ ഒരൊറ്റ കാരണം കൊണ്ട്, രേവതിയുടെ കയ്യിൽ ഒരുപാടധികം പണമുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ചന്ദ്രമതി പിന്നെ രേവതിയെ സ്വന്തം മോളെ പോലെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല അവളെ ജീവനോളം പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്വത്തുക്കളെല്ലാം തന്നെ രേവതിക്ക് കിട്ടിയതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ സ്വഭാവം തന്നെ മാറി മറിയും. ആദ്യമൊക്കെ ചന്ദ്രമതി രേവതിയോട് സ്നേഹം നടിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങനെ രേവതിയോട് ഒരുപാടധികം അടുത്തിടപഴകുന്ന ചന്ദ്രമതിയുടെ മനസ്സ് തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് രേവതി. അങ്ങനെ ചെമ്പനീർ പൂവ് സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട്